ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സന്ദേശം ഈ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഇനി നിങ്ങൾ ആദ്യത്തെ ഈ ഒരു പൂവാണ് ചൂസ് ചെയ്തത്, വെള്ള പിയോണീസാണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1. അതല്ല, ഈ ഒരു കളറാണ്, ഒരു മെജന്ത അല്ലെങ്കിൽ ഡാർക്ക് പിങ്ക് ഇതാണ് ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 2. ആൻഡ് പിങ്ക് അല്ലെങ്കിൽ റോസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് അതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ ബാക്കിയുള്ള ഇത് നമുക്ക് പതുക്കെ മാറ്റാം. ഓക്കെ, സോ പൈൽ നമ്പർ 1. സോ പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് നമ്മളുടെ പൂ ഇങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. സോ പൂവിൻ്റെ സാധാരണ ഞാൻ ഗാർഡനിൽ പൂവ് പറിക്കുന്നത് ഓൾമോസ്റ്റ് ഏകദേശം അതിൻ്റെ ആയുസ് തീരാറായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഏകദേശം അതിൻ്റെ ഇതളുകളൊക്കെ തൊടുമ്പോൾ തന്നെ ഇളകി വരുന്നുണ്ട്. എന്തായാലും ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഓക്കെ, പൈൽ നമ്പർ 1. നിങ്ങൾക്ക് ഈ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും മറ്റുമൊക്കെ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1. ഒരു എക്സ്ട്രാ കാർഡ് കൂടി നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്തായാലും. ഫസ്റ്റ് വൺ, 3 of Pentacles energy, Ace of Pentacles, beautiful energy, Knight of Wands, Knight of Swords, 7 of Cups and നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള High Priestess and 6 of Swords energy ആണ്. സോ ആദ്യം തന്നെ പറയട്ടെ, പൈൽ നമ്പർ 1 3 of Pentacles എനർജി ആണ്. സോ ഈ ഒരു 3 of Pentacles എനർജി എന്ന് പറയുന്നത് നിങ്ങൾ റീകണക്ട് ചെയ്യാൻ, നിങ്ങളുടെ എനർജി ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് സന്തോഷമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മളായിട്ട് ആഗ്രഹിച്ചിട്ട് കിട്ടുന്ന കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന കാര്യങ്ങളും. ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ സംഭവിക്കുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കും. 11th ഹൗസ് നിങ്ങളുടെ 11th ഹൗസ് ഓഫ് ഹോപ്സ് ആൻഡ് ഡ്രീംസ് ആണ്. അതായത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് ഒരു കാലത്ത് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതേപോലെ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് നൽകുന്നത് എന്ന് വെച്ചാൽ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ, വളരെയധികം കണക്ഷൻസ് ആണ് വരുന്നത്. ഇപ്പൊ കണക്ഷൻ എന്ന് പറയുമ്പോൾ ബന്ധങ്ങൾ ആവാം, അത് സോഷ്യൽ ആയിട്ടുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സമൂഹവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധങ്ങളും രീതികളും കാര്യങ്ങളൊക്കെ, അതോടൊപ്പം തന്നെ പല രീതിയിൽ നിങ്ങളെ നെഗറ്റീവായിട്ട് ഇതുവരെ ബാധിച്ചിരുന്ന പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് ബാധിക്കാൻ തുടങ്ങും. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റിയ സമയമാണ്. ബിസിനസ് കൂടുതൽ മുന്നിലേക്ക്, അതായത് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ പറഞ്ഞു 11th ഹൗസിന്റെ എനർജി എന്ന് പറഞ്ഞാൽ വളരെ എക്സൈറ്റിംഗ്, ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ എക്സൈറ്റഡ് ആയിരിക്കും ആ ഒരു സമയത്ത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉള്ള ബിസിനസ്സിൽ ഒന്നും കൂടി പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, അത് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അതിന് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സാഹചര്യം വേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഓൺലൈൻ ബിസിനസ് കുറച്ചും കൂടി ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് ടെക്നോളജിക്ക് അനുസരിച്ചിട്ടൊക്കെ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ബിസിനസ്സോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ വളരെയധികം മറ്റുള്ളവർ നിങ്ങളായിട്ട് സഹകരിച്ചു പോകുന്നതായിട്ടുള്ളൊരു സാഹചര്യം കാണിക്കുക. ഇപ്പൊ സമൂഹത്തിൽ നിങ്ങളൊരു സമൂഹ ജീവിയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ സഹകരണം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്ന പോലെ കരിയറിലും ഡെവലപ്മെന്റ് ഉണ്ട്, സഹകരിച്ച് മറ്റുള്ളവരുമായിട്ട് പോകാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏസ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്.
സാമ്പത്തിക കാര്യങ്ങൾ ഒത്തിരി ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരു സമയമായിരിക്കും ഒരു സമയം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ പഴയ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടായിരിക്കും മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ പറയില്ല അണ്ടർ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ മുന്നോട്ടേക്ക് വരുന്ന ഈ ഒരു വർഷത്തിനുള്ള ഒത്തിരി സ്റ്റക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ലിംബോ അതേപോലെയൊക്കെ സ്റ്റക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു സ്വയം എങ്ങനെ ജീവിതത്തിൽ പുറത്തേക്ക് വരാമെന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ഈ നെഗറ്റിവിറ്റി നിങ്ങൾ പുറത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാഞ്ഞിട്ടും പോയി പഠിക്കുന്ന കാര്യമായിരിക്കും. എന്തോ ഒന്ന് നിങ്ങളെ സ്റ്റക്കാക്കുന്നുണ്ട്. അത് എന്ത് തന്നെയായാലും, പ്രത്യേകിച്ച് ഇതൊരു കരിയറും സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജോലി സംബന്ധിച്ചിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിലേ വരുന്നുണ്ടാവും ചില കാര്യങ്ങളിൽ. അമിതം, അതായത് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഒത്തിരി ഡിലേ ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു തടസ്സം വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതെയൊക്കെ വരുന്നത് കൊണ്ടിട്ട് അത് നിങ്ങളെ ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ എനർജി എന്ന് പറഞ്ഞാൽ വളരെ എക്സോസ്റ്റഡ് ആവുന്നുണ്ട്. ഇപ്പൊ ആവശ്യത്തിൽ കവിഞ്ഞ് നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് അത് തടസ്സം വന്നിട്ട് അത് മുന്നോട്ടേക്ക് നീങ്ങാതെ, ഇപ്പോൾ ഒരു 2 മാസത്തിൽ നടക്കേണ്ട കാര്യം 2 വർഷമായിട്ട് നടന്നിട്ടില്ല, എന്നിട്ടും നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ അത് നിങ്ങൾ അതിൽ നിന്ന് മുന്നോട്ടേക്ക് പോവുക ജീവിതത്തിൽ. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. അപ്പൊ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു വ്യക്തി ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പ്രണയത്തിലായിരിക്കും. വിവാഹത്തിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ആ വ്യക്തി നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പ്രണയത്തിൽ റിലേഷൻഷിപ്പിൽ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിലും വേറെ എന്തെങ്കിലും നിങ്ങളുടെ ബന്ധത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യം മാറ്റി 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 വെച്ചുകൊണ്ട് പോയിട്ട് അത് ആവശ്യത്തിൽ കവിഞ്ഞ് തടസ്സമുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നുകിൽ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ആ വ്യക്തിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതവിടെ നിർത്തുക. കാരണം പുതിയൊരു തുടക്കം ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ബന്ധങ്ങളിലായാലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലായാലും. ഓക്കെ, നൈറ്റ് ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോ ഈ ഒരു നൈറ്റ് ഓഫ് ഫോൺസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സർക്കംസ്റ്റൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതില് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യം, എപ്പോഴും നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതായത് യാത്രകൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില തീരെ പ്രതീക്ഷിക്കാത്തുള്ള യാത്രകൾ അനിവാര്യമായിട്ട് വരുന്നുണ്ട്. ഈ യാത്രകൾ എന്ന് പറയുമ്പോൾ ഒരു തടസ്സം, അല്ലെങ്കിൽ ഇനിയിപ്പോ അതായത് നമ്മൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചില കാര്യങ്ങൾ നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇറിറ്റേഷൻ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത് എന്നുള്ളത്, അതായത് നമ്മൾ പലപ്പോഴും ഒരു കാര്യത്തെ വളരെ പേഴ്സണലായിട്ട് എടുക്കും. ചില കാര്യങ്ങൾ, ചില സാഹചര്യങ്ങളോ കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പേഴ്സണലായിട്ട് എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് സമൂഹത്തിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം എന്നെ ചുറ്റിപ്പറ്റിയാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ എനർജിയിലെ നെഗറ്റീവായിട്ട് അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ പ്രൊജക്ട്സ് മുന്നോട്ടേക്ക് പോകാൻ ഒന്നും മുന്നോട്ടേക്ക് പോകുന്നു എന്നാൽ പോസ് ആവുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബാറ്ററി ഒന്ന് റീചാർജ് ചെയ്യുക. സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ ചുറ്റിപ്പറ്റിയല്ല. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം പേഴ്സണൽ ആക്കി എടുക്കുക. നമ്മൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അത് എന്നെ ചുറ്റിപ്പറ്റിയാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. ഈ വരുന്ന സമയത്തിൽ നിങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. കാരണം പിന്നെ ഇവിടെ പറയാനുള്ള ധൃതി വളരെയധികം കൂടുതലാണ്, വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ട് നിങ്ങളുടെ ഉള്ളില്. അപ്പോ ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്നു പറയുന്ന ഒരു പോലെ തന്നെ അത്രയും ശക്തിയാണ് ക്ഷമയ്ക്കുള്ളത്. അതിനർത്ഥം നമ്മൾ വേണ്ടാത്തടത്ത് ക്ഷമിക്കുക എന്നുള്ളതല്ല, വേണ്ടടുത്ത് നമ്മൾ ക്ഷമിക്കുകയും വേണം എന്നുള്ളതാണ്. നമ്മൾ എവിടെയാണ് എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ധൃതിയിൽ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല. അപ്പോ നമ്മൾ സംസാരിക്കുന്ന വ്യക്തി നമ്മളോട് ചിലപ്പോൾ തിരിച്ച് മറുപടി പറയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ വീണ്ടും അവരുമായിട്ട് ഒരു വഴക്കിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചിലപ്പോൾ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു കാര്യത്തിന് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക. വ്യക്തമായിട്ട് ആലോചിച്ചതിനു ശേഷം മാത്രം
മറുപടി കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ നൈറ്റ് ഓഫ് സോർട്സ് എനർജി ആണെങ്കിൽ ഇതിലും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ തന്നെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ മറ്റൊന്ന് ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു റീലൊക്കേഷൻ ആണ്. നിങ്ങൾ പേപ്പർ വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നു എന്നുള്ളത്. ഈ പേപ്പർ വർക്ക്സ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് വീട് വാങ്ങിച്ചിട്ടോ വീട് വെച്ചിട്ടോ മറ്റോ മാറി താമസിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതാക്കി മറ്റൊരു ഏരിയയിലേക്ക് മറ്റൊരു രാജ്യത്തേക്കാവാം. അപ്പോൾ ആ ഒരു രാജ്യത്തേക്കുള്ള മാറ്റമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഒരു ആ ഒരു മാറ്റം നിങ്ങളെ പേപ്പർ വർക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കോൺട്രാക്ട്സ് പേപ്പർ വർക്ക്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ചില ആളുകൾക്ക് റീലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റീലൊക്കേഷൻ റീഡിംഗ് നോക്കുന്നത് നല്ലതായിരിക്കും. ചില ആളുകൾ ചില സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് കാര്യങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് അറിഞ്ഞിരുന്നാൽ ആ ഒരു ഇതിലേക്ക് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചമായിട്ട് വരുന്നത്. അപ്പോൾ റീലൊക്കേഷൻ ഡയറക്റ്റ് റീഡിംഗ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ഉണ്ട്. അതുകൊണ്ട് സ്വയം ചിന്തിക്കുക. അപ്പോൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങൾ ചിന്തിക്കേണ്ടത് എവിടെയാണ് സ്കോപ്പ്, എവിടെയാണ് എങ്ങനെയാണ്, അങ്ങനത്തെ ഒരു രീതിയിൽ ജനറൽ ആയിട്ടല്ല, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. കാരണം പലപ്പോഴും ആളുകൾ ഒരു കോഴ്സ് എടുക്കുന്നതോ മറ്റു കാര്യങ്ങളോ എന്തിനാണ് സ്കോപ്പ് എന്നുള്ളത് നോക്കിയിട്ടാണ്. അപ്പൊ സ്കോപ്പ് നോക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രശ്നം പറ്റുന്നത് എല്ലാവർക്കും ഒരേ ലെവലിലായിരിക്കില്ല. ഓരോരുത്തരുടെയും വിധിവിധാനങ്ങളോ അല്ലെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളോ അവരുടെ അനുഭവങ്ങളോ മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചറോ എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ജനറൽ ആയിട്ട് ഉള്ള ഒന്ന് മറ്റൊരാൾക്ക് ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് സ്കോപ്പിന്റെ പുറകെ ട്രെൻഡിന്റെ പുറകെ പോകാതിരിക്കുക. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താഗ്രഹിക്കുന്നു അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ വരുന്ന ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട്, അവസരങ്ങളും സാധ്യതകളും ഒക്കെ മുന്നിൽ വരുന്നുണ്ട്. ഇതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കും എന്നുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചിട്ട് നിങ്ങളൊരു ക്രോസ് റോഡിൽ നിൽക്കുക, അതായത് ഒരു 4 കൂടിയ ജംഗ്ഷനിൽ നിന്നിട്ട് എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കെ, എവിടെയാണ് എങ്ങനെയാണ് ലൈഫിൽ എന്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലൈഫ് ഏത് വഴിയിലേക്ക് തിരിച്ചുവിടണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ നിങ്ങൾക്ക് നല്ലൊരു ഗുരുവിനെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ പറയുന്ന വ്യക്തി നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറോ സാറോ ആയിരിക്കണമെന്നില്ല, മറിച്ച് മറ്റൊരു വ്യക്തി നിങ്ങൾ ഗുരു എന്ന് പറയുന്ന ഒരു പക്ഷെ എല്ലാവരും പറയും പ്രായത്തിൽ മുതിർന്നവരാവണമെന്നില്ല, ചെറിയ ആളുകളാവാം അല്ലെങ്കിൽ മറ്റ് ഏത് രീതിയിലുള്ള ഒരു വ്യക്തിയുമാവാം. അപ്പോൾ ഈ ഒരു ക്രോസ് റോഡിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഒന്നുകിൽ നിങ്ങൾ ആ ഒരു ഗുരുവിന്റെ സഹായം തേടുക, അല്ലെങ്കിൽ സ്വയം ഇവിടെ മെഡിറ്റേഷനോ യോഗ പ്രാണായാമമാണ് നിങ്ങൾക്ക് ഏറ്റവും മികച്ചതായിട്ട് കാണിക്കുന്നത്. എന്ന് വെച്ചാലും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഏതാണോ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് ഒന്ന്. അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ എനിക്കൊന്നുമില്ല, ഇത്രയും പ്രായമായില്ലേ, ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ വളരെയധികം നെഗറ്റീവാണ്. പ്രായമായി അല്ലെങ്കിൽ 60 വയസ്സായിട്ടുള്ള ആള് വീട്ടിൽ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നു, ഈ ഒരു രീതിയിലൊക്കെ നെഗറ്റീവ് ലെവലിലേക്കാണ് നമ്മളത് വളർന്നു വന്നുകൊണ്ടിരുന്ന സാഹചര്യവും പഠിപ്പിച്ചു വന്നതും ഇങ്ങനെയാണ്. ഈ പ്രായമായിട്ട് കഴിഞ്ഞാൽ ഇത്ര പ്രായത്തിൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്തുകൂടൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് പോകാതെ ഈ പ്രായം എന്നതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട്. ജീവിതം നിങ്ങൾക്ക് ഇനിയും ബാക്കിയുണ്ട്. ജീവിതം തീർന്നു എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്നിടത്ത് നിങ്ങളുടെ ജീവിതം തീരും. അപ്പോഴാണ് നിങ്ങൾക്ക് അസുഖങ്ങളും കാരണം നിങ്ങൾ തന്നെ തീരുമാനിച്ചു എന്റെ ജീവിതം ഏകദേശം അവസാനിക്കാറായി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കൊടുക്കുന്ന സന്ദേശമാണത്. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കുന്ന സന്ദേശം. ശരീരത്തിൽ ഓരോരോ കാര്യങ്ങൾ പൊട്ടി പുറപ്പെടുവാനായിട്ട് തുടങ്ങും ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത്. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് ഇവിടെ. ചില ആളുകൾ നിങ്ങളുടെ റൂട്ട് അവേക്കനിങ് ഫേസിലേക്ക് പോകുന്നുണ്ട്. ഒരു പുതിയൊരു കാഴ്ചപ്പാട്, ഒരു ന്യൂ പെർസ്പെക്റ്റീവോട് കൂടിയിട്ട് നിങ്ങളെ ലോകത്തെ നോക്കി കാണുന്നുണ്ട്. ചില ആളുകൾ ആത്മീയതയിലേക്ക് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ചില ആളുകൾ നിങ്ങൾ ജീവിതത്തോട് വിരക്തി തോന്നിയിട്ട് ഇതിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആത്മീയത എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ വിരക്തി തോന്നിയിട്ട് ഇനിയൊന്നും ചെയ്യാനില്ലാത്തവർക്ക് ചെയ്യാനുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അഥവാ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ജെനുവിനായിട്ട് ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ അതിലേക്ക് പോകും. അല്ലാത്ത പക്ഷം നിങ്ങൾ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഇനി എനിക്ക് ജീവിതത്തിലൊന്നും ബാക്കിയില്ലാത്തത് കൊണ്ടിട്ട് ഞാൻ സന്യാസം സ്വീകരിക്കാമെന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ജീവിക്കാം എന്നുള്ളത്. പക്ഷെ സന്യാസം എന്നുള്ളത് ആത്മീയതയല്ല, അല്ലെങ്കിൽ
ആത്മീയത എന്ന് പറഞ്ഞാൽ സന്യാസമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ വരുന്ന ഒരു വർഷത്തിൽ നിങ്ങളുടെ ലൈഫിൽ റെയിൽവേസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതേപോലെ സർക്കാർ ജോലികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഉന്നത സ്ഥാനത്തേക്ക് എത്താനുള്ള സാഹചര്യം ജോലി സംബന്ധമായിട്ടും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ചേക്കേറി പാർക്കാനുള്ള സാഹചര്യവും കാണിക്കുന്നുണ്ട്. കൂടുതലായിട്ട് കരിയർ ആൻഡ് ഫിനാൻസിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വർഷം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുക. അതിലാണ് ഏറ്റവും കൂടുതൽ ഉന്നമനം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇനി നമ്മൾ ഫയൽ കാർഡ് നമ്പർ 2. അപ്പോൾ നമുക്ക് ഇനി ഫയൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫയൽ നമ്പർ 2 ഈ വരുന്ന ഒരു വർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫയൽ നമ്പർ 2. നമ്പർ 2 നിങ്ങൾക്ക് okay, 7 of Pentacles, Hierophant, 7 of Wands, Empress energy, beautiful messages, and Devil energy. Okay, 5 of Swords energy. ഓക്കെ, ഫയൽ നമ്പർ 2 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മാറ്റം ഈ വരുന്ന ഒരു വർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് 7 of Pentacles എനർജിയാണ്. 7 of Pentacles എനർജി ഫസ്റ്റ് ടു സ്റ്റാർട്ട് വിത്ത് നിങ്ങൾ വളരെയധികം ലിബറേറ്റിംഗ്, അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള കുറച്ച് നാളുകളായിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചിന്തകള്, നിങ്ങളുടെ മനോവിചാരങ്ങൾ പലതും നിങ്ങൾ അടക്കി പിടിച്ച് അത് പുറത്തേക്ക് പറയുന്നില്ല ആരോടും. നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരുടെ അടുത്ത് പോലും നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എപ്പിഫണി ഓഫ് റിയലൈസേഷൻ ഉണ്ട്. എന്തോ ഒന്ന് അവസാനിക്കാൻ പോവുകയാണ്, എന്തോ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ലിബറേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ എവിടെയോ സ്റ്റക്കായിട്ട് കിടക്കുകയായിരുന്നു, അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകാനുള്ള അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ജോലി ഉണ്ടാവാം. ചിലപ്പോൾ നല്ല ജോലിയുമായിരിക്കാം, ജോലിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല സാമ്പത്തികമായിട്ടുള്ള സാഹചര്യം, നല്ലൊരു ജോലി സാഹചര്യം. പക്ഷേ ആ ഒരു ജോലിയിൽ സാമ്പത്തികമായിട്ട് നല്ലതായിരിക്കാം, സ്റ്റാറ്റസ് സിമ്പിള് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ജോലിയായിരിക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് അതിൽ തൃപ്തിയില്ല. ഇപ്പോൾ നിങ്ങളൊരു വൈറ്റ് കോളർ ജോബ് ചെയ്യും, നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിലെ എന്തെങ്കിലും മാനേജറിയൽ പൊസിഷനിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതുപോലത്തെ ഒരു പൊസിഷൻ, നിങ്ങളൊരു ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് പക്ഷെ അതിലൊരു തൃപ്തി ഇല്ല എന്നുള്ളത്. കാരണം ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു കോഴ്സ് ഇന്നത് പഠിച്ചു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ അത് പഠിച്ചത് നിങ്ങളുടെ ഇഷ്ടത്തിനായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ റൈറ്റ്സ് നിങ്ങളെ തന്നെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു കലാകാരനോ നിങ്ങളൊരു സിംഗർ ആവാനായിട്ട് ഒരു ആർട്ടിസ്റ്റ് ആവാനായിട്ടാണ് ആഗ്രഹിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനോ എഴുത്തുകാരി ആവാനായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതിലേക്ക് പക്ഷെ തുറന്ന മനസ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് ഒരിക്കലും പറ്റിയിട്ടുണ്ടാവില്ല. സമൂഹം, കുടുംബം, മറ്റുള്ളവർ. അപ്പോൾ നിങ്ങളുടെ കഴിവിനെ പരിപോഷിപ്പിച്ചെടുക്കുകയാണ്, വളർത്തിയെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം നിങ്ങൾ തന്നെ മാറ്റിയെടുക്കുക. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചുറ്റും സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അവസരങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്കൊരു അവസരം വരുന്നുണ്ട്. ഈ അവസരം അത് കയ്യെത്തിപ്പിടിക്കുന്ന ദൂരത്തിലാണ്. നിങ്ങൾക്ക് അത് അവസരം പിടിക്കണമെന്നുണ്ട്, എടുക്കണമെന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അറിയാലോ, പലരും ഉള്ളിന്റെ ഉള്ളിൽ വീർപ്പുമുട്ടി ജീവിക്കുന്ന ആളുകളും ബന്ധങ്ങളിലാണെങ്കിലും ഇപ്പോൾ ചില ആളുകൾക്ക് ആ സിറ്റുവേഷൻ, നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, അതൊരു പ്രണയ വിവാഹമായിരുന്നിരിക്കാം, നിങ്ങൾ പ്രണയത്തിലായിരിക്കാം, ഇപ്പോൾ വിവാഹിതരായിട്ടുള്ളവരോ അല്ലാത്തവരോ ആയിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം
യു ആർ ടുഗെദർ ഫോർ നോ റീസൺ. അതായത് നമ്മൾ പറയുമല്ലോ, ഒരു ബന്ധം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ബന്ധത്തിലെ പ്രണയം, വിശ്വാസം, സ്വയം ഒരു വിശ്വാസവും ഒക്കെ ആവശ്യമാണ്. അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ് ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. നിങ്ങൾ തമ്മിൽ ആദ്യം തന്നെ വേണ്ടത് പ്രണയമാണ്. പിന്നീട് ആ ഒരു വിശ്വാസവും കാര്യങ്ങളും ഒക്കെ വേണം ജീവിതത്തിൽ. പക്ഷെ നിങ്ങളുടെ ഇടയിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നിങ്ങൾക്ക് ദേഷ്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു സ്പാർക്ക്, ആ ഒരു ലവ് അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഇടയിൽ ഇല്ല എന്നുള്ളതാണ്. ബാഹ്യമായിട്ട് മറ്റുള്ളവർ നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. വളരെ എന്താണ്, വിവാഹബന്ധം വേർപെടുത്തുക എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾ ചിന്തിക്കുക എന്താണ്, വഴക്ക്, തല്ല്, ബഹളം, ഇതൊക്കെ ഉണ്ടെങ്കിൽ അല്ല, അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചു കൂടാ എന്നുള്ള ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ലെവലിന്റെ അപ്പുറത്തേക്കുള്ള ഒരു വ്യക്തി നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടോ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ നിങ്ങൾ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഇല്ല, വിചാരധാരകൾ തമ്മിൽ ചേരുന്നുണ്ടാവില്ല. അതിനർത്ഥം നിങ്ങൾ വഴക്കിടുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ ജെൻഡറോ അല്ലെങ്കിൽ സെക്ഷുവൽ സ്റ്റാറ്റസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് രണ്ടുപേർക്കും ഒരു തരത്തിലും ചേരുന്നുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് ഒരിക്കലും കണക്ട് ആവുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഒരേ രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് ഒന്നുമില്ല എന്ന്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് മൊത്തം വ്യത്യാസം, അങ്ങനെ പല കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ബന്ധങ്ങളും നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഇമോഷൻസ് അടക്കി വെച്ചിട്ട് പല കാരണങ്ങൾ കൊണ്ട് കൂടെ പോകുന്നുണ്ട് മുന്നോട്ടേക്ക് എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പ്രത്യേക വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട്, ആ വ്യക്തിയായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഒരു സുഹൃത്ത് ബന്ധം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ ഒരു സുഹൃത്ത് ബന്ധം നിങ്ങളുടെ ജീവിതത്തെ പരിപോഷിപ്പിച്ച് വളർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പറയുകയാണെങ്കിൽ ഹൈറോഫന്റ് എനർജിയാണ്. നിങ്ങൾ വളരെ ഒത്തിരി ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത വ്യക്തിയായിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബാല്യകാലത്തിൽ ഒത്തിരി സങ്കടങ്ങൾ, ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു 1 year ടൈം പീരീഡ് നിങ്ങൾ ഹീൽ ചെയ്യാണ്. ഇപ്പൊ ഇവിടെ പറയാനുള്ള, നിങ്ങൾ ചിലപ്പോൾ വളർത്തു വന്നത് നിങ്ങളുടെ പാരന്റ്സ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നിരിക്കാം, അച്ഛനമ്മമാരെ അടിച്ച് വളർത്തിയതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവില്ല, കാരണം അവർ പറയുന്നത് നിങ്ങൾ അതേപടി അനുസരിച്ചിട്ടുണ്ടാവും. വളരെ അനുസരണയുള്ള ഒരു കുട്ടിയായിരിക്കും നിങ്ങൾ. പക്ഷെ അനുസരണയുള്ള കുട്ടിയായെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കുട്ടിയായെന്നല്ല അർത്ഥം. എപ്പോഴും മാർക്കുകളൊക്കെ ആണ്, നല്ല മാർക്കുകളും നല്ലൊരു എല്ലാത്തിനും 100% എന്നുള്ള ലെവലിൽ പഠിച്ചു വന്നിട്ട് ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും തല്ലോ ഇതൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടില്ലാത്തത് കൊണ്ട്, മറ്റാരും പറയുന്നത് എന്തോ അത് അങ്ങനെ തന്നെ അനുസരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വഴക്കോ പ്രശ്നമോ അടിയോ തല്ലോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, നന്നായിട്ട് പഠിക്കുന്നുണ്ടാവാൻ ചിലപ്പോൾ. ഇതൊക്കെ സംഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി സ്ട്രെസ് ഉണ്ട്. ചില ആളുകൾ ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ, ആ എനർജി സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുന്നുണ്ടാവാം, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു, പക്ഷെ ഹീലായിട്ടില്ല. അപ്പോൾ പലപ്പോഴും ഒരു ഹീലിംഗിന്റെ അനിവാര്യത ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഒരു കോഡ് കട്ടിംഗിന്റെ സിറ്റുവേഷൻ കാണിക്കുന്നത്. ചില ആളുകൾക്ക് ഇത് കേൾക്കുന്നതിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളോട് പ്രത്യേകം പറയാണ്. സോ ദിസ് ഇസ് ഫോർ യു. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് ടോക്സിക്കോ നാർസിസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നെഗറ്റീവ് ആണ്. നിങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷൻ, നിങ്ങളിപ്പോൾ മാറിയായിരിക്കും താമസിക്കുന്നത്, പക്ഷെ അപ്പോഴും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവർ വിളിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ പുറകോട്ടേക്ക് വലിക്കാനോ നിങ്ങളെ വിഷമിപ്പിക്കാനോ ആയിരിക്കും. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ അങ്ങനെയല്ല എങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. അത് ഒത്തിരി കോഡ് കട്ടിങ്ങിലൂടെ നിങ്ങൾക്ക് ചില ബന്ധങ്ങളിലെ കോഡ് കട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് ഫിസിക്കൽ ഇതിൽ പറ്റാത്ത സാഹചര്യത്തിൽ കോഡ് കട്ടിങ് ചെയ്യാണ് എങ്കിൽ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഈ കോഡ് കട്ടിംഗ് പ്രോസസ്സിന്റെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട്സ് വളരെയധികം പ്ലീസിങ് ആണ്. വർഷങ്ങളായിട്ട്, ഡെക്കേഡ്സ് ആയിട്ട് ഈ ഒരു ഹീലിംഗ് നടക്കാതെ ഒത്തിരി മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടും മറ്റു രീതിയിലും ചെയ്തിട്ട് നടക്കാത്തവർ കോഡ് കട്ടിങ്ങിലൂടെ നടത്തിയിട്ടുള്ളവരുണ്ട്. ആ ഒരു രീതി നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്. അതിനെ സംബന്ധിക്കുന്ന വീഡിയോസ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ എനർജിയിൽ എന്ന് വെച്ചാൽ വീനസ് എനർജി സ്ട്രോങ് ആണ്. അപ്പൊ വീനസ് എന്ന് പറഞ്ഞാൽ പ്രണയം,
പ്രണയത്തിന്റെയാണ് ശുക്രൻ, പ്രണയത്തിന്റെയും ഒക്കെ വീനസ് എനർജി, വീനസിന്റെ എനർജിയിൽ എപ്പോഴും സന്തോഷവും സമൃദ്ധിയും പ്രണയവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലവ് ഇസ് ദെയർ. അപ്പോൾ നിങ്ങൾ പ്രണയം എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം തന്നെ മറ്റുള്ളവരിൽ നിങ്ങളെ സ്നേഹം അന്വേഷിക്കുമ്പോൾ നിങ്ങൾ നോക്കുന്നത് നിങ്ങൾ അവർ പറയുന്ന എല്ലാം അനുവദിച്ചു കൊടുക്കുകയാണ്. കാരണം അതാണ് പ്രണയം എന്നാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണ. ഇവിടെ വേണ്ടുന്ന ആദ്യം തന്നെ സെൽഫ് ലവ് ആണ്. നിങ്ങൾ നിങ്ങളെ പ്രണയിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഈ ഒരു എനർജി നിങ്ങൾക്ക് കാണാം. ഈ ഒരു വ്യക്തി ഒരു ഹയർഫന്റ് എനർജി എന്ന് പറയുന്നത് എന്താണ്, നമ്മളിവിടെ ഈ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് ആ ഒരു ചിരിയാണ് നമ്മൾക്ക് ആദ്യം കാണാൻ പറ്റുന്നത്. വളരെ തൃപ്തിയോടുകൂടി വളരെ ആനന്ദ ചിത്തനായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി, വളരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്ന ഇത് മെഡിറ്റേറ്റീവ് യോഗ, മെഡിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഒരു ദൈവികതയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് സൂചിപ്പിക്കുന്നത് സെൽഫ് ലവ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു റീച്ച് ആ ഒരു കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് എനർജിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ കോൺഷ്യസ്നെസ് കണക്ട് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് ആണ്. ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളെപ്പോൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു, നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയാൽ മാത്രമാണ് നമ്മൾക്ക് ആ മുന്നോട്ടേക്ക് ലൈഫിൽ ആ ഒരു പ്രപഞ്ച ശക്തിയുമായിട്ട് കൂടിച്ചേരാൻ പറ്റുന്നുള്ളൂ. കാരണം പലപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നില്ല എങ്കിൽ ആ പ്രപഞ്ചശക്തി സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു പ്രപഞ്ചശക്തിയിൽ നിന്ന് വന്നിട്ടുള്ള ഏതൊരു വ്യക്തിയിലും ആ ഒരു ശക്തിയുടെ അംശമുണ്ട്. അപ്പോൾ ആ ഒരു അംശത്തെയാണ് നമ്മളവിടെ തിരസ്കരിക്കുന്നത്. നിങ്ങളെ തിരസ്കരിക്കുമ്പോൾ, നിങ്ങളെ സ്നേഹിക്കാതിരിക്കുമ്പോൾ ആ അംശത്തെയാണ് നിങ്ങൾ തിരസ്കരിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ഹീലിംഗ് നടക്കാതെയാവുന്നു. അപ്പോൾ ആരും തന്നെ ആ ഒരു പ്രപഞ്ചശക്തിയിൽ എത്താനുള്ള ആദ്യ ചുവടുവയ്പ് എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക. സെൽഫ് ലവിന് വേണ്ടിയിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക. കാരണം സ്വയം സ്നേഹിക്കാനായിരിക്കും പല ആളുകൾക്കും കുറച്ച് ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ചൈൽഡ്ഹുഡ് ട്രോമ ഒക്കെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ വരുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുക ട്രോമ എന്ന് പറഞ്ഞാൽ മാനസികം. അപ്പോൾ മാനസികമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമ മാനസികമായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നില്ല എങ്കിൽ ഈ കാര്യം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിനെ, സോഷ്യൽ ലൈഫിനെ എല്ലാത്തിനെയും ബാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെ അതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ, റിലേഷൻഷിപ്പിലെ, ഹെൽത്തിലെ സന്തോഷം ഉണ്ടാവും, കരിയറിൽ മാറ്റം ഉണ്ടാവും, ഫിനാൻസിൽ മാറ്റം ഉണ്ടാവും. അതായത് മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതം മാറും. ഹീലിംഗ് അനിവാര്യമാണ്. ഹീലിംഗ് ആണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. റൂട്ട് ചക്രയാണ് നിങ്ങൾക്ക് റൂട്ട് ചക്ര മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കുങ്കുമം എന്നും തൊടുന്നത് വളരെയധികം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. വിവാഹിതരായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ തിരുനെറ്റിയിൽ കുങ്കുമം തൊടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ടുള്ളത്. പിന്നെ മറ്റ് മതത്തിൽപ്പെട്ടവരാണ് എങ്കിൽ, അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കാത്തവരാണ് എങ്കിലും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഒരു ചുവന്ന തൂവാല, സിൽക്കിന്റെ ആണെങ്കിൽ അത്രയും നല്ല തൂവാല നിങ്ങൾ അത് എപ്പോഴും നിങ്ങൾ കയ്യിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. എംപ്രസ് എനർജി ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 1 ഇയറിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രഗ്നൻസി സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഈ പ്രഗ്നൻസി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഇപ്പൊ കുറെ നാളുകളായിട്ട് വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണ്, ഇതുവരെ പ്രഗ്നന്റ് ആയിട്ടില്ല എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് പ്രഗ്നൻസി ഇഷ്യൂസും പ്രോബ്ലംസും നിങ്ങൾ ഹീലിംഗ് നടന്നിട്ടില്ലാത്തത് കൊണ്ടാണ് പ്രഗ്നൻസി നിങ്ങളിലേക്ക് വരാതിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആവാത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹീലിംഗ് നടക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഹീലിംഗ് നടത്തുകയാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രഗ്നൻസി, അതായത് നിങ്ങൾ പ്രഗ്നന്റ് ആവുന്ന സിറ്റുവേഷൻ, കാരണം നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഭയവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇതുവരെ ആ മുറിവ് സുഖപ്പെട്ടിടാത്തത് കൊണ്ട് നിങ്ങളത് അടുത്തൊരു ജനറേഷനിലേക്ക്, നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ഒന്ന്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ ഒരു മുറിവ് സുഖപ്പെടാത്തത് കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് ലൈഫിൽ ഒരു നെക്സ്റ്റ് ലൈഫ്, പുതിയൊരു ജീവിതം നൽകാനായിട്ട്, നിങ്ങളിൽ നിന്നൊരു പുതിയൊരു ജീവിതം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കാണുന്നത്. അപ്പോൾ ഹീലിംഗ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ വരുന്ന 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ പ്രഗ്നന്റ് ആവുന്ന അല്ലെങ്കിൽ കൺസീവ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹീലിംഗ് അനിവാര്യമായിട്ടുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു ഹീലിംഗിന്റെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ ഹിന്ദുസ് ആയിട്ടുള്ളവർ മാത്രമല്ല കേട്ടോ. കാരണം അത് ഹിന്ദുസ് എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ പലർക്കും വേണ്ടിയിട്ടും നമ്മൾ സഹായം എന്നുള്ള രീതിയിൽ
സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും അല്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് ചില ആളുകൾ വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ സ്ഥലങ്ങൾ ആളുകളെ പറഞ്ഞു കൊടുക്കാറുണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നാഗങ്ങളുടെ ദോഷം, നാഗങ്ങൾ വഴി എന്നാണ് നമ്മൾ പറയുന്നത്. ഭൂമി ദേവിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാതാള ലോകത്തിന്റെ അധിപരാണ് നാഗങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു നെഗറ്റീവ് എനർജീസ്, കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങൾ, ഹീലിംഗ് കർമ്മയുടെ ഭാഗമായിട്ട് ചില ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നാഗങ്ങളുടെ ദോഷങ്ങൾ തീർക്കുന്നതിലൂടെ പ്രഗ്നൻസി വരുന്നുണ്ട്. അപ്പോൾ മുസ്ലിംസ് ആയിട്ടുള്ളവരാണെങ്കിലും കൂടുതലും മുസ്ലിംസും ഹിന്ദുസും ആയിട്ടുള്ളവരാണ് ചെയ്യുന്നത്. ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരും ചെയ്യാറുണ്ട്. അത് ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് വഴിപാടുകൾ ചെയ്യുന്നു. കാരണം അത് ക്ഷേത്രത്തിന്റെ പുറത്ത് വഴി ചെയ്യാവുന്ന കാര്യമാണ്. വഴിപാടുകളായിട്ട് അവരുടെ ഇതിലേക്ക് ചെയ്യുന്നു. ഭൂമിയായിട്ട് ഏറ്റവും കണക്ട് ചെയ്ത് കിടക്കുന്ന അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഡെവിൾ എനർജി ഉണ്ട് ഇവിടെ. അതായത് ഇവിടെ ഒത്തിരി നെഗറ്റിവിറ്റീസും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ വർഷം നിങ്ങൾ ഈ വരുന്ന ഒരു വർഷത്തിൽ റിലീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബോഡിയിലുള്ള എല്ലാ നെഗറ്റിവിറ്റീസും നിങ്ങൾ റിലീസ് ചെയ്യാൻ, നിങ്ങളുടെ കൂടെയുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകളെയൊക്കെ നിങ്ങൾ വിട്ടുകളയുക. കാരണം നമ്മൾ ചില ആളുകളെ നമ്മൾ കൂടെ പിടിച്ചു നിർത്തും, എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ അവരെ വിട്ടുകളയില്ല. കാരണം വേറെ ആരും ഇല്ല നമ്മുടെ കൂടെ എന്നുള്ളതാണ് നമ്മളുടെ ചിന്ത. നമ്മളുടെ ചിന്ത മാത്രമാണ്, അത് സത്യമല്ല എന്നുള്ളത് കൂടി ഓർക്കുക നിങ്ങൾ. കാരണം ഇത് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട വ്യക്തിയായിരിക്കും, പക്ഷെ ആ വ്യക്തിയുടെ ഉദ്ദേശം, ഇന്റൻഷൻ മറ്റൊന്നായിരിക്കാം. കാരണം ഇവിടെ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജോലിയിലാണെങ്കിലും ആ ജോലിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറാൻ ശ്രമിക്കുക. കുറഞ്ഞ പക്ഷേ ഈ ഒരു വർഷത്തിൽ എന്തായാലും ജോലിയിൽ നിന്ന് മാറുക. പിന്നെ പൊതുവേ ചില ആളുകൾക്ക് ജോലിയിൽ മാറ്റം വരുന്നുണ്ട്, മറ്റിടത്തേക്ക് ഡിപ്പാർട്ട്മെന്റ് മാറുന്നുണ്ട്, പ്രൊമോഷൻ വരുന്നുണ്ട്, അതുപോലുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 5 of Swords എനർജി ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങൾക്ക് വരുന്നത്, നിങ്ങൾ ഹീലിംഗ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഹീലിംഗ് ചെയ്യേണ്ടുന്ന അനിവാര്യത വളരെയധികം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളത് ഹീൽ ചെയ്യുക. എന്തൊക്കെ സിറ്റുവേഷനിലും നിങ്ങൾ ഹീൽ ചെയ്യുകയാണെങ്കിൽ ഈ 1 ഇയറിൽ നിങ്ങൾ പല പാഠങ്ങളും പഠിച്ചു ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തീരെ പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവ്യമാകുന്നുണ്ട്. വിജയം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയ സാധ്യതകളുള്ള പല കാര്യങ്ങളും വിട്ടുപോകുന്ന നിങ്ങൾ വേണ്ടാത്ത ആളുകളെ കൂടെ കൂട്ടിയത് കൊണ്ടാണ്. ആദ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ, ഹീലിംഗ് ചെയ്യാം. അത് ചെയ്യുന്നതിലൂടെ പല കാര്യങ്ങളിലും മാറ്റം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻസി, റിലേഷൻഷിപ്പ്, ഹെൽത്ത്, ഈ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബ്യൂട്ടിഫുൾ പിയോണീസ്. ഓക്കെ, സോ എന്തായാലും നമ്മൾ ഇനി ലാസ്റ്റ് വൺ, ഇതിന്റെ എതിളുകളൊക്കെ, താഴത്തെ എതിളുകളൊക്കെ ഓൾമോസ്റ്റ് പോയി, വളരെ സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം. ഓക്കെ, ഇനി പൈൽ നമ്പർ 3 ചൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ്. പൈൽ നമ്പർ 3 ഈ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പൈൽ നമ്പർ 3 നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് സീ. പൈൽ നമ്പർ 3. സോ sun energy and a beautiful energy, 2 of Wands. Okay, and 4 of Wands. 2 of Cups. Next വന്നിട്ട് 10 of Wands energy, Knight of Cups energy. കാലങ്ങളായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹത്തിനുള്ള ഒരു ആഗ്രഹ സബലീകരണം എന്ന് തന്നെ പറയാം. ഈ പറയുന്ന ഒരു വർഷം എന്ന് പറയുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ടുള്ള ഒരു കാത്തിരിപ്പിന്റെ ഫലമാണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില സാഹചര്യങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, സോ സൺ കാർഡാണ് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത്. നിങ്ങൾക്ക് പ്രൊമോഷൻ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ചില ആളുകൾക്ക് നെക്സ്റ്റ് കമ്മിങ് വീക്സിനുള്ളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ജോലിയിൽ മാറ്റങ്ങൾ, ഫോർ എക്സാമ്പിൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കമ്പനിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ കമ്പനി വേറെ ഏതെങ്കിലും കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നുണ്ടാവും. അതേപോലെ
പ്രൊമോഷൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് മാറി പോകുന്നുണ്ടാവാം. അങ്ങനെ കമ്പനിയിൽ ഒത്തിരി കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇനി ബിസിനസ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് നിങ്ങൾക്കെങ്കിൽ ബിസിനസ് മേഖലയിൽ നിങ്ങൾ സാധ്യതകൾ വളരെ കൂടുതലാണ്. പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണ്. ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയിൽ നിന്ന് നിങ്ങൾ അതിൽ നിന്ന് പുതിയൊരു മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഷോപ്പ് നിങ്ങൾ എന്തെങ്കിലും ഫാൻസി ഷോപ്പൊക്കെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ജ്വല്ലറിയിലേക്ക് നിങ്ങൾ കടക്കുന്നുണ്ടാവാം. അതായത് സ്വർണ്ണക്കട അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഷോപ്പ് ഇട്ട് തുടങ്ങുന്ന രീതിയിൽ. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള മറ്റൊന്നിലേക്ക് അല്ലെങ്കിൽ വളരെ വലുതെന്ന് നിങ്ങൾ കരുതുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. ഒരു പുതിയ ന്യൂ വേവ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത് വളരെയധികം നിങ്ങളെ വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നിങ്ങൾ തുടങ്ങുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സമയം നിങ്ങളുടെ കരിയറിൽ വളരെയധികം സാധ്യതകൾ, പുതിയ ക്ലയൻസ് ഉണ്ടാവുന്നുണ്ട്, പുതിയ പല സാഹചര്യങ്ങൾ. ഇപ്പൊ ഇവിടെ ഒരു കാര്യം പിന്നെ പറയാനുള്ളത് ഉർവശി ശാപം ഉപകാരം എന്നുള്ളതാണ്. ചില ആളുകൾ നിങ്ങളെ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഇവിടെ കിടന്ന് കുറച്ചു നേരമായി ഈ ഉറുമ്പ് കറങ്ങുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ചു പോകാൻ വഴി കിട്ടിയില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമ്മള് ഈ ഒരു എന്താ പറയാ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ നിന്നൊരു മാറ്റമാണ് ഇവിടെ. ഒരു വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ ആഗ്രഹിച്ച പോലെ അതിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഒത്തിരി സംതൃപ്തരാകുന്നുണ്ട്. ഈ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് നിങ്ങൾ ഒത്തിരി എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെയധികം ആത്മവിശ്വാസം നിങ്ങളിലുണ്ട്. ബിസിനസ്സിലും ജോലിയിലും ഒക്കെ ഉയർച്ച കാണിക്കുന്നുണ്ട് ഒത്തിരി ക്ലയൻസ്. അതേപോലെ ഉർവശി ശാപം ഉപകാരം എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ബിസിനസ് നശിപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ചില കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അവരവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ തകർക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എങ്കിൽ പോലും ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ ആളുകൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെന്ന് അറിയാത്തവർ പോലും ആ ബിസിനസിനെ കുറിച്ച് കേട്ടറിയുന്നു. ഈ പറയുന്ന വ്യക്തി പറയുന്നതിന്റെ യുക്തിയില്ലായ്മ മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേര് നിങ്ങളുടെ കടയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് അറിഞ്ഞ് നിങ്ങളുടെ സർവീസ് എടുക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത്. ഒരു ശാപമായാണ് അത് നൽകിയത്, പക്ഷെ അത് ഉപകാരമാണ് ഫലത്തിൽ വന്നത്. അതുപോലെ മറ്റുള്ളവരെ നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഒന്നും നിങ്ങളെ ബോധേഡ് ആയിട്ടിരിക്കുന്നില്ല എന്നുള്ളത്. അതേപോലെ തന്നെ 2 of Swords എനർജിയാണ്. ചില കാര്യങ്ങൾ നിങ്ങളൊരു എന്താ പറയാ നിങ്ങൾക്ക് ഒരു ഓഫറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓഫർ നിങ്ങൾ തിരസ്കരിക്കുകയാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ കാര്യങ്ങൾ ഒന്നും ശരിയാവുന്നില്ല. നിങ്ങൾ നോ പറയാനായിട്ട് റിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് എന്തോ ഒന്ന് ഓഫർ വരുന്നത് നിങ്ങൾ കണ്ണടിച്ചിട്ട് അത് റിഫ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഇതെന്താണ് എങ്ങനെയാണെന്ന് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ ഒന്നും നിങ്ങൾ നിൽക്കുന്നില്ല, മറിച്ച് നിങ്ങൾ അത് വേണ്ട എന്ന് പറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇത് ചിലപ്പോൾ ഒരു സിറ്റുവേഷൻസ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇതേപോലത്തെ ഓഫർ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു പഴയ അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കും അത് ആ സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു ഒരു സാഹചര്യം അതുകൊണ്ടിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഇത് വേണ്ട എന്ന് വെക്കുന്നത്. അപ്പൊ ഇവിടെ പറയാനുള്ളത് നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്നു വേണമോ അത് നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നത് കൊണ്ടിട്ട് അത് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് നഷ്ടമാകുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്നത് കഴിഞ്ഞാലും അത് അവിടെ നിന്ന് മാറി തൽക്കാലത്തേക്ക് മാറുന്നു. പക്ഷേ കുറച്ച് നാളെയുമ്പോൾ അത് വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പല നെഗറ്റീവ് കാരണങ്ങൾ കൊണ്ടിട്ടായിരിക്കും നിങ്ങൾ അത് വേണ്ടാന്ന് വെച്ച്, പക്ഷെ മുന്നോട്ടേക്ക് പോകുന്നതോറും നിങ്ങൾ കുറെ കൂടി പോസിറ്റീവ് ആവുന്നു, നിങ്ങളുടെ ബിസിനസ് വളർന്നു, ജോലിയിൽ വളർന്നു, പ്രൊമോഷൻ കിട്ടുന്നു. ഇതൊക്കെ ആകുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി പോസിറ്റീവ് ആവുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ പോസിറ്റീവ് ആവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനോടും ഒരു പോസിറ്റിവിറ്റി വരുന്നു.
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഓഫർ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ഒരു ഓഫർ എടുക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, എന്തിനാണ് സംഭവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ആ ഒരു ലെവലിലേക്കൊന്നും കൂടുതലായിട്ട് കൂലങ്കഷമായിട്ട് ചിന്തിക്കുന്നില്ല. പക്ഷെ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് എന്താണോ തീരുമാനിച്ചിട്ടുള്ളത് അത് വൈകിയാണെങ്കിലും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ പൊതുവെ എല്ലാ കാര്യത്തിലും യെസ് ഓർ നോ എന്ന് കണ്ണടച്ച് അല്ലെങ്കിൽ ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 4 ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു 4 ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾ ചെയ്ത പ്രവർത്തിക്ക് ആളുകൾ വളരെയധികം സുന്ദരമായിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത് എന്നതിനെ കുറിച്ചിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ വളരെയധികം പ്രശംസിക്കുന്നുണ്ട്, ഈ ഒരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒത്തിരി പ്രശംസയും കാര്യങ്ങളും ഒക്കെ ലഭിക്കുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ സന്തോഷം ഉണ്ടാകുന്നു. ആ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തോട് ഒത്തിരി സന്തോഷം തോന്നുമ്പോൾ എല്ലാവരും എപ്പോഴും നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ മറ്റുള്ളവർ പെരുമാറും എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾക്ക് അപ്പോൾ എല്ലാം നല്ല നല്ല കാര്യങ്ങളാണ്. അപ്പോൾ നല്ലത് നിങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾ അത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ട് വളരെ നല്ല കാര്യം എന്നുള്ള രീതിയിൽ. അപ്പൊ ചില നല്ല കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷയോട് കൂടിയിട്ട് ചെയ്യുമ്പോൾ ആളുകളൊന്നും വന്ന് നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിരാശപ്പെടാണ്ടിരിക്കുക. അതായത് ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതിരിക്കുന്നവർക്കൊക്കെ എല്ലാവരും ആ സമയത്ത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ അത് വലിയ പ്രതീക്ഷയോടുകൂടി ചെയ്തത് ഒരു പക്ഷെ അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു ചെറിയൊരു മനോവിഷമാണ് ഇവിടെ കാണിക്കുന്നത്. അല്ലാതെ വേറെ നെഗറ്റീവ് സിറ്റുവേഷൻസ് ഒന്നുമില്ല. 2 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പൊ ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രണയത്തിന്റെ വർഷമായിരിക്കും. പ്രണയം, സ്വപ്ന സാക്ഷാത്കാരം, ഇതുപോലുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം എന്ന് തന്നെ ഇതിനെ പറയാം. അവസരങ്ങള്, അതായത് പുതിയ ഒരു ജീവിതം തുടങ്ങാനുള്ള അവസരമുണ്ട്. ഇവിടെ സെക്കൻഡ് മാരേജ് ചില ആളുകൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മാരീഡ് ആയിട്ട് ഒരു വിവാഹമോചിതരായിട്ടുള്ളതോ അതോ എന്തെങ്കിലും വിഡോവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതൊരു വിവാഹത്തിനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് നിങ്ങളുടെ മക്കളൊക്കെ വലുതായി അവർക്ക് ജോലി ഉണ്ടായെങ്കിൽ, ചിലപ്പോൾ അവർ വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മക്കള് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വിവാഹാലോചന, പ്രായമായിട്ട് നിങ്ങൾ ഒറ്റപ്പെടലിൽ നിന്ന് മാറുന്നതിന് വേണ്ടി നിങ്ങൾക്കായിട്ടൊരു വിവാഹാലോചന നിങ്ങളുടെ മക്കള് നിന്ന് വിവാഹം നടത്തി തരുന്ന ഒരു സാഹചര്യം ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് നാളുകളായിട്ട് ശ്രമിച്ചിട്ട് വിവാഹം നടക്കാത്തവരുടെ വിവാഹം സാധ്യതകൾ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പ്രണയത്തിലായിട്ടുള്ള ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകളായിട്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ ആ ഒരു രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമായിരിക്കാം. ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകുന്നില്ല എന്നുള്ളൊരു ചിന്ത വെച്ചിട്ട് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെച്ച് പോകാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ അവിടെയും നിങ്ങൾ വേറെ വേറെ പാർട്ട്നേഴ്സിനെ കണ്ടെത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിരുന്ന വ്യക്തി, പ്രണയത്തിലായിരുന്ന സമയത്ത് പാർട്ട്ണറായിരുന്ന വ്യക്തി അവരുടെ വിവാഹം കഴിയുന്ന ഒരു സാഹചര്യമാവാം. നിങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ടേക്ക് ജോലിയിൽ ചിലപ്പോൾ ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാകും. നിങ്ങളുടെയും വിവാഹമോ കുറഞ്ഞ പക്ഷം എൻഗേജ്മെന്റോ ഈ ഒരു വർഷം നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കൊച്ചു കൊച്ചു മിസ്റ്റേക്കുകളൊക്കെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കാതിരിക്കാൻ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് നടന്നു പോവുക ജീവിതത്തിൽ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചില ആളുകൾ റീവിസിറ്റിംഗ് പാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പണ്ട് പ്രണയത്തിലായിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് പ്രണയിച്ചിരുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരുമിച്ചൊരു കൂടിക്കാഴ്ചയുടെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ എല്ലാവരിലുമല്ല, ഈ ഒരു എനർജി 1-2 പേരിൽ മാത്രം കാണുന്ന എനർജിയാണ്. 1 or 2, മാക്സിമം 1 or 2 ആളുകളിലാണ് ഉള്ളത്. അതായത് നിങ്ങൾ മോചിതരായിട്ടുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ നിങ്ങൾ വിവാഹമോചനം കഴിഞ്ഞ് ഇപ്പോൾ കുറച്ചധികം നാളായിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ആ വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷമായിരിക്കും നിങ്ങൾ തമ്മിലൊരു ബന്ധത്തിന്റെ ആഴം, അതായത് കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്ന അതുപോലെ നിങ്ങൾ ആ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കി നിങ്ങൾ പുനർവിവാഹിതരാകാൻ അതേ വ്യക്തിയെ തന്നെ വീണ്ടും വിവാഹം കഴിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു എനർജിയും കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 10 of Wands എനർജിയാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് ശേഷം വിദേശത്തേക്ക് പോകുന്ന സാഹചര്യമാവാം സൂചിപ്പിക്കുന്നത്. വിദേശത്തേക്ക് ഉള്ളൊരു വിദേശവാസം സൂചിപ്പിക്കുന്നു, യാത്രകളെ സൂചിപ്പിക്കുന്നു, സ്ഥലം മാറ്റം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുന്നോട്ടേക്ക് ലൈഫിൽ മറ്റൊരു രാജ്യത്തേക്കാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ രാജ്യത്ത് തന്നെ മറ്റൊരു സ്ഥലത്തേക്കാവാം. ഇവിടെ ഇപ്പോൾ വിദേശത്തൊക്കെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, ഇപ്പോൾ നിങ്ങൾ യൂറോപ്പിലാണെങ്കിൽ നിങ്ങൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക്, അമേരിക്കയിലാണെങ്കിൽ തന്നെ ഒരിടത്ത് നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചില ആളുകൾക്ക് സോഷ്യൽ സെക്യൂരിറ്റിയുടെ സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവർ, പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു അൺഎംപ്ലോയ്മെന്റ് ഒക്കെ അനുഭവിക്കുന്നവർ, അതായത് തൊഴിലില്ലായ്മയൊക്കെ ഉള്ളവർക്ക് തൊഴിലില്ലായ്മ വേതനം, സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് ജീവിതം മുന്നോട്ടേക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു അവസരം വരികയാണ് കാണിക്കുന്ന ഒരു ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം, താൽക്കാലികമായിട്ടുള്ള ജോലിയോ സാഹചര്യങ്ങളോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് ഉള്ളത് ഇപ്പോൾ തൽക്കാലം അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അതുവഴി അവിടെ പരിചയപ്പെടുന്ന ആളുകൾ വഴി നിങ്ങൾക്ക് പുതിയൊരു ഇതിലേക്കുള്ള അവസരം വരുന്നുണ്ട്. കാരണം ഇതിപ്പോൾ പറയാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മൾ പല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളത് വേണ്ടാന്ന് വെച്ച് കളയുന്ന, നമ്മളുടെ ജോലിക്ക് അല്ലെങ്കിൽ നമുക്ക് പറ്റിയതല്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ ജോലി എന്നുള്ളത് ഡയറക്റ്റ്ലി മാത്രമല്ല, ബന്ധങ്ങൾ, നല്ല നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് അതിലൂടെ പറ്റും. അത് നിങ്ങൾക്ക് ഭാവിയിൽ സഹായിക്കുന്ന ഒന്നായിരിക്കും. അപ്പൊ ആ ഒരു ചിന്തയിൽ ഊന്നിക്കൊണ്ടിട്ട് മുന്നോട്ടേക്ക് ആ ഒരു ജോലിയിലേക്ക് കയറാവുന്നതാണ്. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ ഒരു വിഡ്രോവൽ പീരീഡ് കാണിക്കുന്നത്. നിങ്ങൾ ചില കാര്യങ്ങളിൽ ഇനി അതല്ല വേണ്ടത്, അതിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടാവാം. അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രണയത്തിലായിട്ടുള്ള ചില ആളുകളാവാം ഈ ഒരു സിറ്റുവേഷൻ. നിങ്ങൾ പ്രണയം ഒരു കാലത്ത് നിങ്ങൾ വളരെയധികം കൊടികുത്തിയ പ്രണയമായിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ലാത്തൊരു സാഹചര്യവും മറ്റുമൊക്കെ കാണുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൽ ചുരുക്കം ചില ആളുകൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പ്രണയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള മറ്റു കാര്യങ്ങളെ, നിങ്ങളുടെ ജോലി, ചിലപ്പോൾ വിദ്യാഭ്യാസം പഠിക്കുന്നവരാണെങ്കിൽ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങൾ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ ബാധിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു പ്രണയം മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ എന്ന് ഒരിക്കൽ കൂടി ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഉള്ള തീരുമാനങ്ങൾ നിങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മാസത്തിൽ, ഈ ഒരു വരുന്ന വർഷത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.